രാജ്യത്തിന്റെ 15ാമത് ഉപരാഷ്ട്രപതിയായി സി.പി. രാധാകൃഷ്ണൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. രാഷ്ട്രപതി ഭവനിൽ 10 മണിക്കാണ് സത്യപ്രതിജ്ഞ. സി.പി. രാധാകൃഷ്ണൻ പദവി ഒഴിഞ്ഞ സാഹചര്യത്തിൽ ഗുജറാത്ത് ഗവർണർ ദേവ്വ്രത് ആചാര്യയ്ക്കാണ് മഹാരാഷ്ട്ര ഗവർണറുടെ അധിക ചുമതല. രാഗേഷ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. രാഗേഷ്, ഗുഡ് മോർണിംഗ്. 15ാമത് ഉപരാഷ്ട്രപതിയായി സി.പി. രാധാകൃഷ്ണൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. അതിനപ്പുറം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങൾ പ്രതിപക്ഷം കൂടുതൽ ചർച്ചയാക്കുന്ന ഒരു സാഹചര്യം കൂടിയില്ലേ? ആര്യ, ഗുഡ് മോർണിംഗ്. 15ാമത് ഉപരാഷ്ട്രപതിയായി സി.പി. രാധാകൃഷ്ണൻ സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. 10 മണിക്ക് രാഷ്ട്രപതി ഭവനിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുക്കും. ഏതായാലും കക്ഷി നേതാക്കൾക്ക്, പ്രത്യേകിച്ച് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖർഗെ തുടങ്ങിയ നേതാക്കൾക്കെല്ലാം തന്നെ ചടങ്ങിലേക്ക് ക്ഷണമുണ്ട്. ഇതിനുശേഷം നടക്കുന്ന ആദ്യത്തെ പരിപാടി കക്ഷി നേതാക്കളുടെ യോഗമാണ്. ഈ യോഗം വിളിച്ചിട്ടുണ്ട് സി.പി. രാധാകൃഷ്ണൻ. ഉപരാഷ്ട്രപതി 12 മണിക്കാണ് ഈ യോഗം വിളിച്ചിരിക്കുന്നത്. പക്ഷേ പൊടുന്നനെയുള്ള സന്ദേശമായതുകൊണ്ട് തന്നെ പല നേതാക്കളും ഡൽഹിയിലില്ല, പലരും ഡൽഹിക്ക് പുറത്താണുള്ളത് എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ കക്ഷികളിലൊക്കെ തന്നെ ചില നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ആര്യ സൂചിപ്പിച്ച പോലെ തന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, അതിൻ്റെ ഫലം വന്നു. അതിനുശേഷവും വിവാദം തുടരുകയാണ്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഇന്ത്യ സഖ്യത്തിന് പ്രതീക്ഷിച്ചതിനേക്കാൾ വോട്ട് വലിയ തോതിൽ കുറഞ്ഞത് തന്നെയാണ് കാരണം 324 ഇന്ത്യ സഖ്യത്തിന് പരസ്യമായി പിന്തുണ അറിയിച്ചിരുന്ന എംപിമാരുടെ എണ്ണമെങ്കിൽ 300 എന്ന നിലയിലേക്ക് മാത്രം കാര്യങ്ങൾ ഒതുങ്ങി. കാരണം കോൺഗ്രസ് നേതാവ്, പ്രധാനപ്പെട്ട നേതാവാണ്, അദ്ദേഹം സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഏറ്റവും സജീവമായ നേതാവാണ് ജയറാം രമേശ്. അദ്ദേഹം പോലും 315 എന്നൊരു കണക്കാണ് ഇന്ത്യ സഖ്യത്തിൻ്റെതായി അവതരിപ്പിച്ചത്. അതുപോലും എത്താൻ ഇന്ത്യ സഖ്യത്തിന് സാധിച്ചില്ല. അതിൽ തന്നെ പല വിവാദങ്ങൾ നടക്കുന്നുണ്ട്. ആം ആദ്മി പാർട്ടിയെ പഴിച്ചുകൊണ്ട് തൃണമൂൽ കോൺഗ്രസ് അടക്കമുള്ള കക്ഷികൾ രംഗത്ത് വന്നിട്ടുണ്ട്. ചെറിയ പാർട്ടികളുടെ വോട്ടാണ് പോയതെന്ന് കോൺഗ്രസ് തന്നെ പറയുന്ന സാഹചര്യമുണ്ടായി. BJP വോട്ട് ലഭിക്കാൻ വേണ്ടി കോടികൾ എറിഞ്ഞു എന്ന തൃണമൂൽ കോൺഗ്രസിൻ്റെ ആരോപണമുണ്ട്. അങ്ങനെ പല കക്ഷികളും വാദപ്രതിവാദം ഇപ്പോഴും തുടരുകയാണ്. ഏതായാലും ആ ഘട്ടത്തിൽ തന്നെയാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത്, ചുമതലയേൽക്കുന്നത് സി.പി. രാധാകൃഷ്ണൻ. ഏതായാലും അദ്ദേഹം ഇതിന് തൊട്ട് മുൻപ് മഹാരാഷ്ട്ര ഗവർണറായിരുന്നു. ഇന്നലെയാണ് പദവി ഒഴിഞ്ഞത്. ഈ 13 മാസക്കാലത്തെ ഗവർണർ പദവി അത് ഏറ്റവും സന്തോഷം നിറഞ്ഞ കാലമാണെന്ന പ്രതികരണമാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നായി ഉണ്ടായിട്ടുള്ളത്. ഏതായാലും സി.പി. രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതി ആകുന്ന സാഹചര്യത്തിൽ മഹാരാഷ്ട്ര ഗവർണറുടെ അധിക ചുമതല ഇപ്പോൾ നൽകിയിട്ടുള്ളത് ഗുജറാത്ത് ഗവർണറായ ദേവ്വ്രത് ആചാര്യയ്ക്കാണ്. അദ്ദേഹം 2 സംസ്ഥാനങ്ങളുടെയും ചുമതല കൂടി വഹിക്കുകയും ചെയ്യും. ഏതായാലും പൊടുന്നനെയുള്ളൊരു തീരുമാനമാണ്. സാധാരണ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടക്കേണ്ടിയിരുന്നത് 2027 കാരണം ജഗ്ദീപ് ധൻഖറിന്റെ കാലാവധി 3 വർഷം മാത്രമേ അവസാനിച്ചിട്ടുള്ളൂ. ഇനി 2 വർഷം കൂടി അദ്ദേഹത്തിന് ബാക്കിയുണ്ട്. പക്ഷേ കഴിഞ്ഞ സഭാ സമ്മേളനത്തിന്റെ ആദ്യ ദിവസം വളരെ സജീവമായി ഇടപെട്ട ജഗ്ദീപ് ധൻഖർ അന്ന് വൈകിട്ട് പൊടുന്നനെ രാജി പ്രഖ്യാപിക്കുകയായിരുന്നു. ഏതായാലും ആ രാജിക്ക് കാരണമായി അദ്ദേഹം പരസ്യമായി പറഞ്ഞത് ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുന്നു എന്നാണ്. പക്ഷെ അങ്ങനെയല്ല കാര്യങ്ങൾ. കാരണം സർക്കാരുമായി ചില കാര്യങ്ങളിലെങ്കിലും അദ്ദേഹത്തിന് അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു. അഭിപ്രായ വ്യത്യാസമാണ് രാജിയിലേക്ക് നിർബന്ധിതനായത്, അല്ലെങ്കിൽ രാജിയിലേക്ക് നയിച്ചത്. പക്ഷേ രാഷ്ട്രീയം നോക്കുകയാണെങ്കിൽ ജഗ്ദീപ് ധൻഖർ BJPയോടുമായി സമീപകാലത്തൊക്കെ തന്നെ ചേർന്ന് നിൽക്കുന്ന ആളായിരുന്നെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം തുടങ്ങുന്നത് ലോക്ദളിലൂടെയാണ്. പിന്നീട് അദ്ദേഹം കോൺഗ്രസിൽ വന്നു. അതിനുശേഷമാണ് BJP ആകുന്നത്. പക്ഷേ സി.പി. രാധാകൃഷ്ണൻ എന്ന ഒരു പേരിലേക്ക് വീണ്ടും BJP എത്തുമ്പോൾ RSSലൂടെ വളർന്ന, പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു നേതാവിനെ തന്നെ ഇപ്പോൾ ഉപരാഷ്ട്രപതിയായി നിശ്ചയിക്കുകയും അദ്ദേഹത്തെ വിജയിപ്പിച്ചെടുക്കുകയും ചെയ്തിരിക്കുകയാണ് BJP. ആര്യ. രാഗേഷാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.